പെട്ടെന്ന് ജസ്റ്റ് അരമണിക്കൂർ മാത്രമേ നമുക്കുള്ളൂ. നമുക്ക് പെട്ടെന്ന് ഒന്ന് ചിന്തിച്ചു പോകാം. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 3 അധ്യായങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദൈവം അതിൽ കൂടെ നമ്മോട് സംസാരിച്ചു. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വിശേഷിച്ച് തമ്പിയുടെ ഹൃദയം നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ ആഴ്ച കാണിച്ചത് മൂലം സഹോദരൻ സുജിത്തും വിശ്വാസത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി. അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ കാണുന്നുണ്ട്, ഒരു റെഡ് ഷർട്ടൊക്കെ ഇട്ടിട്ട് അനീഷിനെ എഴുതിയിരിക്കുന്നത്. അവരാണ് ആദ്യം അദ്ദേഹവും വൈഫും മകനും കർത്താവിനെ സ്വീകരിപ്പാൻ എല്ലാം ഈ സൂമിൽ കൂടെ തന്നെയാണ് കേട്ടോ. കൊച്ചത് ദൂരെ, അവർ കാനഡയിലാണ്, നമ്മളിവിടെ കേരളത്തിൻ്റെ ഒരു കോണിൽ പെരുമ്പാവൂരിലാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് സഹോദരി ഷീബയുണ്ട്, US നിന്ന് സിസ്റ്റർ ഡോണയുണ്ട്, മറ്റു നാട്ടിൽ നിന്ന് ചിലരൊക്കെ ഉണ്ട്, കാനഡയിലെ കുറേ പേര് ഇതിനകത്തുണ്ട്. അപ്പോൾ പല ദേശങ്ങളിൽ നിന്ന് സമയഭേദം ഒന്നും കൂടാതെ അവിടെയൊക്കെ ഇന്നിപ്പം സന്ധ്യയും ഒക്കെയാണ്. ഡോണ എന്ന് പറയുന്നത് ഫ്ലോറിഡയിലാണ്, അത് അവിടെ ഇപ്പോൾ ഏതാണ്ട് മിഡ് നൈറ്റ് ആകാറായി. എന്നാൽ അവരൊക്കെ ഓസ്ട്രേലിയയിൽ ഇപ്പം ഉച്ചയെടുത്ത സമയമായി. അങ്ങനെ പല ടൈം സോണിലാണെങ്കിലും നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിലായിരിക്കാൻ അല്പസമയം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് എത്ര സന്തോഷമാണല്ലേ. 1 മണിക്കൂർ ദൈവസന്നിധിയിൽ കഴിക്കുന്ന 1 മണിക്കൂർ വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊരിക്കലും നഷ്ടമാകത്തില്ല. നിങ്ങൾ മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് അല്പസമയം ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നത്. കാരണം 2 or 3 പേർ എവിടെ യേശുവിൻ്റെ നാമത്തിൽ കൂടി വന്നാലും യേശു അവരുടെ മധ്യത്തിൽ ഉണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ മധ്യത്തിൽ ആ വലിയ സിംഹാസനസ്ഥനായ ദൈവം ഇന്നുണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ അവിടുത്തെ സാന്നിധ്യമാണ് നമുക്ക് ഏറ്റവും മനോഹരം. അല്ലാതെ അമേരിക്കയോ കാനഡയോ കേരളമോ അതൊന്നുമല്ല, നമ്മുടെ ആൾക്കാരുടെ ഒന്നും പ്രഭാവമല്ല, നമ്മുടെ സ്ഥാനങ്ങളോ മാനങ്ങളോ ഒന്നുമല്ല. ദൈവം നമ്മുടെ മധ്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നത് ഏറ്റവും ആനന്ദകരമായതാണ്. അപ്പോൾ ആ കർത്താവിൻ്റെ വായിൽ നിന്നാണ് നമ്മൾ വാക്കുകൾ, വചനം കർത്താവിൻ്റെതാണ്. വചനം ജഡമായി തീർന്നു, യേശു ക്രിസ്തു വചനം ജഡമായി തീർന്നാണ് ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ ആ യേശുവിൻ്റെ വായിൽ നിന്ന് പൊഴിയുന്ന ആ വാക്കുകൾ എത്ര മനോഹരമാണ്, എത്ര ഹൃദ്യമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്, ഒരു ശരീര ജീവിതത്തിന് നമുക്ക് ആഹാരം ആവശ്യമുള്ളതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിന്, ആത്മാവിന് ആഹാരം ആവശ്യമാണ്. അപ്പോൾ കർത്താവിൻ്റെ വചനമാണ് ആഹാരം. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് നാം വളരണം, ദിനംപ്രതി വളരണം, ക്രിസ്തു എന്ന തലയോളം വളരണം. അതാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം അത് 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 1 മുതൽ 9 വരെ. ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉള്ള ബൈബിളിൽ വായിച്ചോളൂ. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെ പെട്ടെന്ന് ഒന്ന് വായിച്ചാട്ടെ. അവൻ പിന്നെയും കടൽക്കര വെച്ച് ഉപദേശിപ്പാൻ തുടങ്ങി. അപ്പോൾ ഏറ്റവും വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നു കൂടുകൊണ്ട് അവൻ പടകിൽ കയറി കടലിൽ ഇരുന്നു. പുരുഷാരമൊക്കെയും കടലരികെ കരയിൽ ആയിരുന്നു. അവൻ ഉപമകളാൽ അവരെ പലതും ഉപദേശിച്ചു. ഉപദേശത്തിൽ അവരോട് പറഞ്ഞത് കേൾപ്പിൻ. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. മറ്റു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തിടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാരെ ചൂടുതട്ടി വേരില്ലായക കൊണ്ട് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളു മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അത് വിളഞ്ഞതുമില്ല. മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ച് വളർന്ന് ഫലം കൊടുത്തു. 30, 60, 100 മേനി വിളഞ്ഞു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നും അവൻ പറഞ്ഞു. സ്തോത്രം. നമ്മുടെ ഗ്രൂപ്പിൽ there are some people who doesn't understand Malayalam properly. For them I will just read in English also. He began to teach again by the sea, and such a very large crowd gathered to him that he got into a boat in the sea and sat down, and the whole crowd was by the sea on the land. And he was teaching them many things in parables, and was saying to them in his teaching,
Listen to this. Behold, the sower went out to sow. As he was sowing, some seed fell beside the road, and the birds came and ate it up. Other seed fell on the rocky ground, where it did not have much soil, and immediately it sprang up because it had no depth of soil. And after the sun had risen, it was scorched, and because it had no root, it withered away. Other seed fell among the thorns, and the thorns came up and choked it, and it yielded no crop. Other seeds fell into the good soil, and as they grew up and increased, they yielded a crop and produced 30, 60, and 100-fold. And he was saying, he who has ears to hear, let him hear. Hallelujah. May God bless this portion, this paragraph, just 9 verses. ഇത് ഒരു വിതയ്ക്കുവാൻ പുറപ്പെടുന്ന ഒരു മനുഷ്യന്റെ കഥ യേശുക്രിസ്തു ഉപമയായിട്ട് കൂടി വന്ന ശിഷ്യഗണത്തോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നു. ഇവിടെ നാം വായിച്ച ഈ കഥ, ഈ ഒരു സംഭവം 3 ഗോസ്പലിൽ എഴുതിയിട്ടുണ്ട്. മത്തായി 13:3 മുതൽ 9 വരെ, നമ്മളിപ്പോൾ വായിച്ച മർക്കോസിന്റെ 4-ാം അധ്യായം 1 മുതൽ 9 വരെ, അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന് 4 മുതൽ 8 വരെ. യേശു ഈ ഉപമ പറയുകയും അതിനുശേഷം ഈ ഉപമയുടെ അർത്ഥം ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അവർ ചോദിച്ചു. അപ്പോൾ അത് വിശദീകരിച്ച് യേശു അതിന് മറുപടി പറയുന്നത് നാം കാണുന്നുണ്ട്. നമ്മൾ ആ യേശു മറുപടി പറഞ്ഞ ആ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നില്ല. നമുക്ക് ഒരുമിച്ച് അല്പമായിട്ട് ഈ ഭാഗത്ത് നിന്ന് ചിന്തിപ്പാൻ തക്കണം. നമുക്ക് ലഭിച്ച സമയം കുറച്ച് സമയമേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് ചിന്തിപ്പാൻ തക്കണം. ദൈവം ഇടയാകട്ടെ. ദൈവം പറഞ്ഞ ആ കർത്താവ് പറഞ്ഞ ആ കഥ, അതിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അഗെയിൻ ജീസസ് ബിഗാൻ ടു ടീച്ച് ബൈ ദ ലേക്ക്. ബൈ ദ ലേക്ക് എന്ന് പറയുമ്പോൾ ആരോ അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് ജോയിൻ ചെയ്യാൻ ആൾക്കാർ നോക്കുന്നതാണ്. ഓക്കെ, ഞാൻ ചെയ്തു. ഓക്കെ. അഗെയിൻ ജീസസ് ബിഗാൻ ടു ടീച്ച് ബൈ ദ ലേക്ക്. അവൻ പിന്നെയും കടൽക്കര വെച്ച് ഉപദേശിപ്പാൻ തുടങ്ങി. അപ്പോൾ ഏറ്റവും വലിയ പുരുഷാർ അവന്റെ അടുക്കൽ വന്നുക കൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. പുരുഷാരമൊക്കെയും കടൽ അരികെ കരയിലായിരുന്നു. What do we understand by that? Jesus often taught outdoors in familiar settings. അവന് പരിചിതമായ സ്ഥലങ്ങളിൽ കടന്നുപോയി കർത്താവിന്റെ സുവിശേഷം, ദൈവരാജ്യത്തെ പറ്റി പ്രസംഗിപ്പാൻ, ഉപമകളാൽ അത് പറയുവാൻ കർത്താവ് എപ്പോഴും ഒരുമ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ദ ഗോസ്പൽ ഈസ് മെന്റ് ഫോർ എവരിഡേ ലൈഫ്, നോട്ട് കൺഫൈൻഡ് ടു ടെമ്പിൾസ് ഉള്ളി. അപ്പോൾ ഒരു പള്ളിക്കുള്ളിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു സിനഗോഗിനുള്ളിൽ മാത്രമല്ല ദൈവവചനം പ്രസംഗിക്കപ്പെടേണ്ടത്. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവവചനപ്രകാരം യേശു നമ്മെ വിളിച്ചു വേർതിരിച്ച് ദൈവമക്കളായി തീർന്ന എല്ലാ ദൈവമക്കളും ആ സഭയ്ക്കുള്ളിൽ പ്രസംഗിക്കുക മാത്രമല്ല, അതാവശ്യമാണ്. സഭയ്ക്കുള്ളിലും വചനം പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അതുപോലെ തന്നെ ആ വചനവുമായിട്ട് ഓരോരുത്തരും, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലും ആ കർത്താവിന്റെ വചനം മറ്റുള്ളവരെ അറിയിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് യേശു ആ ഉദാഹരണത്തിൽ കൂടെ നമ്മെ കാണിക്കുന്നത്. വലിയ പുരുഷാരമാണ്, വലിയ റഷ് നടക്കുന്നു, ക്രൗഡഡ് ആണ്, നിന്ന് പ്രസംഗിപ്പാനുള്ളതായ അവസരങ്ങളില്ല. എന്നിട്ട് എന്താണ് ചെയ്തത്? പടകിൽ കയറി കടലിലിരുന്നു എന്നാണ്. അപ്പോൾ ഒരു പടകിൽ, ഒരു കൊച്ചു പടകിൽ, ആ പടകിന്റെ കണ്ടീഷൻ നമുക്ക് മനസ്സിലാകുമല്ലോ. മീൻ പിടിക്കുന്ന പടകാണ്. അപ്പോൾ കീറിയ വല കാണും, കൊച്ചു മീൻ്റെ തുണ്ടങ്ങൾ കാണും, ഭയങ്കര നാറ്റം കാണും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മീൻ പിടിച്ച് കൊണ്ടുവന്ന ആ ബോട്ടാണ്. അത് കഴുകി ശുദ്ധീകരിച്ച് ഒന്നും അതിനകത്ത് ഡെറ്റോളൊന്നും ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നില്ലല്ലോ ആരും. അപ്പോൾ ആ നാറ്റം പിടിച്ച അവസ്ഥയിൽ ഏത് പരിതസ്ഥിതിയിലും, ഞാനിപ്പോഴും ഓർക്കും, കെനിയയിലൊക്കെ ഞങ്ങൾ പോയപ്പോൾ ചില സ്ട്രീറ്റിൽ പോയി സ്ലംസിലൊക്കെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ആ നിന്ന് പ്രസംഗിക്കുന്നത് അവർ കൊച്ചൊരു ടെമ്പററി സ്റ്റേജ് പോലെ തടിയൊക്കെ ഒന്ന് കൂട്ടി പൊക്കി കെട്ടി തരും ഞങ്ങൾക്ക്. ഞാനവിടെ കയറി നിന്ന് പ്രസംഗിക്കാം. വലിയ പുരുഷാരം ചുറ്റും കാണും. പക്ഷെ അതിന് നേരെ അപ്പുറത്ത് നിന്നുകൊണ്ട് ആൾക്കാർ ഓരോ സാധനങ്ങൾ ചുടുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം. സത്യം പറഞ്ഞാൽ ഒരു ഭാഗത്തും നോക്കുമ്പോൾ ഭയങ്കര ബാഡ് സ്മെല്ല് വരുന്ന, അങ്ങോട്ട് നോക്കുമ്പോൾ ഈ പശുവിന്റെ കുടല്, വലിയ കുടല് എടുത്തിട്ട് അതിനകത്തേത് ചീറ്റി കളഞ്ഞേച്ച് അതിനകത്തോട്ട് ഏതാണ്ട് തെള്ളിക്കയറ്റി വെച്ച് അതിട്ട് തീയിലിട്ട് ചുടുകയാണ്. എന്തോ സ്മെല്ലായിരിക്കും ഒന്ന് ചിന്തിക്കുക.
ഇട്ടിട്ട് പോകാൻ തോന്നും. പക്ഷെങ്കിൽ ദൈവവചനം പ്രസംഗിക്കുന്നതുകൊണ്ട്, പക്ഷെ അവിടെ അനേകർ രക്ഷിക്കപ്പെടുവാൻ ഇടയായി എന്നുള്ളതാണ്. കാരണം ആ നാറ്റവും മണമോ എന്നൊരു വിഷയമല്ല. യേശു കർത്താവ് ആ കടലിൽ ആ നാറുന്ന പടകിൽ ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ വചനം പുരുഷാരത്തിന് നൽകി കൊടുക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതുപോലെ വി ഹാവ് ടു ടേക്ക് എവരി ഓപ്പർച്യൂണിറ്റി, എവരി ഓപ്പർച്യൂണിറ്റി ടു ഷെയർ ദ വേർഡ് വിത്ത് പീപ്പിൾ. യേശു ചെയ്ത ആ വലിയൊരു മാതൃക എനിക്കും നിങ്ങൾക്കും അതൊരു ഉദാഹരണമാണ്. നാം ലഭിക്കുന്ന അവസരം ഏതവസ്ഥയിലായാലും, അത് ഓഫീസിലായാലും സ്കൂളിലായാലും ഫോണിൽ കൂടെ ആയാലും കിച്ചൺ തമ്മിലുള്ള അടുത്ത വീടുകളിലെ 2 കിച്ചണിൻ്റെ ജനലിൽ കൂടെ ആയാലും നമ്മളായിരിക്കുന്ന ഏതവസ്ഥയിലും കർത്താവിൻ്റെ വചനം മറ്റുള്ളവർക്ക് നൽകി കൊടുക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിനൊരു പാസ്റ്റർ ആകണമെന്നോ ഒരു ഇവാഞ്ചലിസ്റ്റായിട്ട് മൈക്കും പിടിച്ചു പുറത്തു പോകണമെന്നോ അല്ല. നമുക്ക് ഏതവസ്ഥയിലും നമ്മുടെ സാക്ഷ്യത്തിൽ കൂടെ കർത്താവിൻ്റെ വചനം പറഞ്ഞു കൊടുക്കുവാൻ ഇടയാകുമെന്നുള്ളത് പ്രത്യേകം നമ്മെ ഇത് ഓർമ്മിപ്പിക്കുകയാണ്. 2-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, ഹി ടോട്ട് ദം മെനി തിങ്സ് ബൈ പാരബിൾസ്, അല്ലെ, അവൻ ഉപമകളാൽ അവരെ പലതും ഉപദേശിച്ചു, ഉപദേശത്തിൽ അവരോട് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. സോ പാരബിൾസ് കർത്താവ് ഉപയോഗിച്ചു. പാരബിൾസ് ആർ സിമ്പിൾ സ്റ്റോറീസ് with deep truths. And Jesus used relatable images to reach diverse audiences. പല വിധത്തിലുള്ളതായ പുരുഷാരമാണ് കൂടി വരുന്നത്. അതിൽ പണ്ഡിതന്മാരുണ്ട്, പാമരന്മാരുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, പ്രായമുള്ളവരുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, പല ജാതി മതങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്, പല ദേശക്കാരുണ്ട്. എല്ലാവർക്കും ആവശ്യമായ വിധത്തിൽ ആ പാരബിൾസ് കൂടെ, യേശു പറഞ്ഞ പാരബിൾസ് ഒക്കെ നമ്മൾ ഓർക്കുമ്പോൾ എത്രയോ സിമ്പിൾ എന്ന് മാത്രമല്ല, നമുക്ക് നമ്മുടെ ജീവിതങ്ങളുമായിട്ട് കണക്ട് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് വിതപ്പാൻ പുറപ്പെട്ടു. നമ്മൾ ആർക്കാണ് വിതയോ കൊയ്ത്തോ, നമ്മളൊക്കെ ചെടി നടുകയും ചെടിക്ക് വെള്ളം ഒഴിക്കുകയും ചെടി കട്ട് ചെയ്യുകയും ചെടി മാറ്റി നടുകയും ഒക്കെ ചെയ്യുന്ന പ്രകൃതമുള്ളവരാണ് നമ്മളൊക്കെ. അപ്പോൾ നമുക്കറിയാം ആ വിതയുടെ ഒക്കെ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് അവിടെ കൂടി നിന്ന എല്ലാ ജനത്തിനും ഒരുപോലെ, അതിനകത്ത് ഇപ്പോൾ IIT-യിൽ MTech പഠിക്കുന്നവരോ ഡോക്ടറേറ്റ് പഠിക്കുന്നവരോ കാണും, 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞും കാണും. അപ്പോൾ പലവിധമായ സാഹചര്യങ്ങളിൽ ഉള്ളവർക്ക് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകത്തക്കവണ്ണമാണ് ജീസസ് യൂസ്ഡ് സച്ച് റിലേറ്റബിൾ ഇമേജസ്. അങ്ങനത്തെ ഉള്ളതായ കൊച്ചു കൊച്ചു കഥകൾ അവർക്ക് മനസ്സിലാകത്തക്കവണ്ണം അവിടെ പറഞ്ഞു കൊടുത്തു. ഇവിടെ നമ്മൾ എന്തോ പറഞ്ഞ് തടാകം നമ്മൾ കാണുന്നു, അല്ലെ കടൽ കാണുന്നു, പടക് കാണുന്നു, പിന്നെ അവൻ പറയുമ്പോൾ വഴിയോരം, പാറ സ്ഥലം, മുള്ള്, നല്ല നല്ല ഗ്രൗണ്ട്, നല്ല ഭൂമി, എല്ലാം നമുക്ക് പരിചിതമായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ എല്ലാ വാക്കുകളിൽ കൂടെ, ഈ ഒരു പരിചിതമായ മേഖലയിൽ കൂടെ കർത്താവ് പറയുന്ന വലിയ കാര്യം, വലിയ ഉപദേശം നൽകി കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് യേശു അവതരിപ്പിക്കുന്നത് 3-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, കേൾപ്പീൻ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. ലിസൺ, എ ഫാർമർ വെന്റ് ഔട്ട് ടു സോ ഹിസ് സീഡ്. ആ ലിസൺ എന്നുള്ളത് കടുത്ത ശബ്ദത്തിലാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡ് വേർഡാണ് അതെന്നുള്ളതാണ്. അപ്പോൾ ആ കേൾക്കുക എന്നുള്ളത് ഇറ്റ്സ് ആൻ അർജൻസി, അല്ലേ? നിങ്ങൾ കേൾക്കണം, കാരണം ഞാൻ അധിക സമയം നിങ്ങളോടൊപ്പം ഇല്ല. ഇനിയൊരു 3-3.5 വർഷത്തെ ശുശ്രൂഷ മാത്രമാണ് യേശു ചെയ്യുന്നത്. അവസാനം 30 വയസ്സായപ്പോഴാണ് പബ്ലിക് ശുശ്രൂഷ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു 3.5 വർഷം മരണം മുൻപിലിരിക്കുന്നു. ജനമൊന്നും അത് വിശ്വസിക്കുന്നില്ല, മനസ്സിലാകുന്നില്ല. എന്നാൽ യേശുവിന് ഏതാണ്ട് 3-3.5 വർഷമേ ഉള്ളൂ. ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫ് എന്ന് അറിയാം. ഞാനും നിങ്ങളും എത്ര ദിവസം ഈ ഭൂമിയിൽ ഉണ്ടെന്ന് നമുക്കറിയില്ല. ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ 75 വയസ്സ് വരെ ദൈവം എന്നെ സൂക്ഷിച്ചു, അല്ലേ? ഓരോരുത്തരെയും, മത്തായിച്ചാൻ എന്നെ അതുപോലെ തന്നെ ഒരു പ്രായം, ജോർജ് കുട്ടി ബദർ ഞാൻ ഒരേ പ്രായം, ഇതിനകത്തിരിക്കുന്ന ബിനോയ് ബദർ 60 ജസ്റ്റ് ക്ലോസ് ചെയ്തത്. അപ്പൊ എല്ലാവരും പ്രായമുള്ളവരൊക്കെ നമ്മൾ ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. ദൈവത്തിന്റെ വലിയ കൃപയാണ് നമുക്ക് ഇത്രത്തോളം ആയുസ് ദൈവം നൽകിയെന്നുള്ളത്. കർത്താവിനറിയാം എനിക്കൊരു ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആർക്കും ഏത് സമയത്തും ഒരു ഹാർട്ട് അറ്റാക്ക് വരാനോ, ഒരു രോഗം വരാനോ, ഒരു ക്യാൻസർ വരാനോ ഒന്നും അധിക സമയം വേണ്ട. ദൈവത്തിന്റെ ഹിതം എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ നടന്നു എന്ന് വരാം. അപ്പോൾ ആ ലഭിക്കുന്ന ആ ഒരു അല്പസമയത്തിനുള്ളിൽ, പ്രിയ ദൈവജനമേ, കർത്താവ് ആഗ്രഹിക്കുന്നത് നാം മറ്റുള്ളവരോട് കർത്താവിന്റെ വചനം അറിയിക്കണം. സോ അതുകൊണ്ടാണ് യേശു മാതൃക കാണിച്ചെന്ന്, കേൾപ്പീൻ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. അതിൽ കൂടെ ഒരു സംഭവം അവരുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. വലിയൊരു പാഠമാണ്
ദൈവം അവിടെ പറഞ്ഞു കൊടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ വിതയ്ക്കുന്നവനും വിത ഏറ്റെടുക്കുന്നവർക്കും ഭൂമി രണ്ടിനും ഒരുപോലെ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ്. ഈ വിതയ്ക്കുവാൻ പുറപ്പെടുന്ന വിതയും കൊണ്ട് പുറപ്പെടുന്ന മനുഷ്യന്റെ കാര്യമൊന്ന് ചിന്തിക്കുക. ആ വിത വലിയ ഒരു ബാഗിനകത്ത് തോളേൽ തൂക്കിയിട്ടിട്ട് എപ്പോഴും വന്ന് ഓരോ നാഴിക്കകത്ത് കൊണ്ടുപോയി അല്ലല്ലോ ചെതറുന്നത്. ഇവൻ വലിയ ഭാരം ചുമന്നുകൊണ്ട് ഈ വിത്ത് കൊണ്ടുപോയി തോളേൽ തൂക്കിയിട്ടിട്ട് കൈകൊണ്ട് വാരി 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 ഇദ്ദേഹം എറിഞ്ഞു കൊടുക്കുകയാണ് ആ വിത്തുകൾ, അല്ലേ? അപ്പോൾ വലിയ പ്രശ്നം, പ്രയാസം, ഭാരം വഹിക്കണം, പ്രശ്നങ്ങൾ നേരിടണം. അപ്പോഴായിരിക്കും മഴ ചാർന്നത്, അപ്പോഴായിരിക്കും ഒരു പക്ഷെങ്കില് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകേണ്ട രംഗങ്ങൾ വരുന്നത്. മഴ പെയ്യും, വെയിലുറയ്ക്കും, അല്ലേ? ചിലപ്പം ചെളി ചവിട്ടേണ്ടി വരും. ആ വിതയ്ക്കുന്നവന്റെ ബുദ്ധിമുട്ടൊന്ന് ഓർക്കണം. വലിയ പ്രശ്നത്തിൽ കൂടെ, പ്രയാസത്തിൽ കൂടെ ആ വിതകൾ അവിടെ എറിയപ്പെടുകയാണ് എന്നുള്ളതാണ്. ആ വിത എറിയപ്പെടുമ്പോൾ 4-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ എന്താ കാണുന്നത്? സീഡ് ഓൺ ദ പാത്ത്. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ആസ് ഹി വാസ് സ്കാറ്ററിംഗ് ദ സീഡ്, സം ഫെൽ എലോങ് ദ പാത്ത്. ഇദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല, വിത ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ വിത്ത് വന്ന് വീണ അവസ്ഥ ഒന്ന് നോക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ അവസ്ഥകളാണ് ഈ ഒരു 4 ഉദാഹരണത്തിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തരുന്നത്, അവരോട് പറയുന്നത്. ഇവിടെ ആദ്യത്തെ വിത്ത് വീഴുന്നത് വഴിയരികെ വീണു എന്നുള്ളതാണ്. അത് സീഡ് ഫെൽ ഓൺ എ ഹാർഡ് ഗ്രൗണ്ട്. ആൻഡ് അവിടെ നമ്മൾ പറയുന്നു പറവകൾ അതങ്ങോട്ട് വീഴാൻ നോക്കിയിരുന്നു, അത് പറവകൾ വന്ന് എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ്. സം ഹിയർ ദ വേർഡ്. അതിന്റെ അർത്ഥം എന്താണ് പറയുന്നത്? സം ഹിയർ ദ വേർഡ് ബട്ട് ദെയർ ഹേർട്സ് ആർ ഹാർഡൻഡ്. അവിടെ ആ വിത്തിന് താഴേക്ക് പോകുവാൻ ഇടമില്ല. അത് വലിയ വലിയ പാറസ്ഥലം പോലെ. ആ വഴിയരികെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി നടന്ന് ഉറച്ച സ്ഥലമാണ്. അപ്പോൾ ആ ഉറച്ച സ്ഥലത്ത് ആ വിത്തിന് കിളിക്കുവാൻ യാതൊരു അവസരവുമില്ല. അത് പക്ഷികൾ കൊണ്ടുപോകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ആ വീണ വിത്തുകൾക്ക് കിളിക്കുവാൻ യാതൊരു അവസരവുമില്ല. അതിനു മുൻപ് തന്നെ അത് കൊണ്ടുപോയി. അപ്പൊ എൻ്റെ ഹൃദയം, നിങ്ങളുടെ ഹൃദയം ആ വഴിസ്ഥലം പോലെ ആണെങ്കിൽ, അതായത് എല്ലാവരും ചവിട്ടി മെതിച്ച് ഉറച്ചു കിടക്കുന്ന ഒരു സ്ഥലം പോലെയാണ് എൻ്റെയും നിങ്ങളുടെയും ഹൃദയമെങ്കിൽ, ഒരു കാര്യം ചിന്തിക്കുക, Satan snatches it away before it can take root. അവിടെ വേര് പിടിക്കുന്നതിന് മുൻപ് സാത്താൻ അതിനെ കൊത്തി എടുത്തുകൊണ്ട് പോകുന്നില്ല. കാരണം അതിനവിടെ തങ്ങുവാൻ ഇടം കൊടുക്കുന്നില്ല. നമ്മുടെ ഹൃദയത്തെ നാം തന്നെ കഠിനമാക്കി വെക്കുന്നു എന്നുള്ളത് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ ഈ ബേർഡ്സ് എന്ന് ഇവിടെ പറയുന്നത് ശത്രുവിനെ കാണിക്കാണ്. പെട്ടെന്ന് ആ വചനം എൻ്റെ ഹൃദയത്തിലേക്ക്, അപ്പോൾ അനേകർ നമ്മുടെ പള്ളികളിലേക്ക് വരുന്നു, സഭകളിലേക്ക് വരുന്നു, വഴിയോർത്ത് നിന്ന് പ്രസംഗിക്കുന്നു. ഇന്നിപ്പോ അങ്ങോട്ട് യൂട്യൂബ് തുറന്നാൽ ഇഷ്ടം പോലെ പ്രസംഗങ്ങള്, മെസ്സേജുകളൊക്കെ നമുക്ക് എവിടെയും കേൾക്കാം. സൂം ആണെങ്കിൽ 100 കണക്കിന് സൂം ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനം ഘോഷിക്കപ്പെടുകയാണ്. പക്ഷെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഹൃദയം ഏതവസ്ഥയിലാണ്? ആ ഘോഷിക്കുന്നവന്റെ അവസ്ഥ നാം ചിന്തിച്ചു. ബുദ്ധിമുട്ടിൽ കൂടെ ആയിരിക്കും, പ്രയാസത്തിൽ കൂടെ ആയിരിക്കും, രോഗിയായിരിക്കും, ചുമ കാണും. ഇതൊക്കെ വെച്ച് കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടായിരിക്കും ഇദ്ദേഹം ഈ പ്രസംഗിക്കുന്നത്, അല്ലേ? ആ പ്രസംഗം വീഴുന്ന വാക്കുകൾ എവിടേക്കാ വീഴുന്നത്? വഴിയോര പ്രദേശം പോലുള്ള നമ്മുടെ ഹൃദയത്തിലേക്ക് വീഴുകയാണെങ്കിൽ അതിന് കിളിക്കുവാൻ അവസരമില്ല. അത് സാത്താൻ ഉടനെ തന്നെ കൊത്തിയെടുത്ത് കൊണ്ടുപോകുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹാർഡ്നെസ് ഓഫ് ഹേർട്ട് മീൻസ് represents those resistant to God's word, where the word could not penetrate due to their pride, prejudice or indifference. അതാണ് ആ കട്ടിയുള്ള വഴി എന്ന് പറയുന്നത്. ആ വഴി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹൃദയ കാഠിന്യം എന്ന് പറയുമ്പോൾ എന്താണത് കാണിക്കുന്നത്? റെസിസ്റ്റന്റ് ഗോഡ്സ് വേർഡ്. കർത്താവിന്റെ വചനത്തെ സ്വീകരിപ്പാൻ സന്നദ്ധതയില്ല. അത് എന്തുകൊണ്ട് നമ്മൾ അടച്ചു വെച്ചിരിക്കുകയാണ് ആ വഴി. നമ്മൾ കാണിക്കുന്നത്, അവിടെ കാണിക്കുന്നത് എന്താണ്? നമ്മുടെ അഹന്ത, നമ്മുടെ അഹങ്കാരം, മനസ്സിലുള്ളതായ നിഗളം, അല്ലെങ്കിൽ പ്രജുഡിസ്, മുൻവിധി. നമ്മൾ അതിനെപ്പറ്റി വെച്ചിരിക്കുന്ന അങ്ങനെയാണ്. പണ്ടൊക്കെ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വലിയ മഹാപാപം ചെയ്തതുപോലെ ചില സഭാവിഭാഗങ്ങളൊക്കെ നമ്മെപ്പറ്റി കരുതിയിരുന്നത്, അല്ലേ? എന്നാൽ ഇന്നൊത്തിരി വ്യത്യാസം അതിന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രജുഡിസ്, മുൻവിധി, ഈ പറയുന്നത് എനിക്കറിയാം, എനിക്ക് വേണ്ട, ഞാൻ ഒത്തിരി ഇത് കേൾക്കുന്നതാ, എൻ്റെ പള്ളിയിലെ അച്ഛനും പ്രസംഗിക്കാറുണ്ട്, ഏത് യൂട്യൂബ് തുറന്നാലും ഞാൻ കേൾക്കുന്നുണ്ട്. സോ ദർ ഇസ് നത്തിങ് നീഡ് മോർ ദാൻ ദാറ്റ്. എനിക്ക് അതിൽ കൂടുതൽ വേണ്ട എന്നുള്ളതായ ആ മുൻവിധി വെക്കുന്നത് കൊണ്ടാണ്
ആ വചനം നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുവാൻ ഇടയാകാത്തത് എന്നുള്ളതാണ്. പിന്നെ ഇൻഡിഫറൻസ്, ഇത് അവരുടെയാണോ, ആ കൂട്ടരുടെയാണോ, ഈ കൂട്ടരുടെയാണോ എന്നൊക്കെയുള്ളതായ ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോഴാണെന്നുള്ളതാണ്. അപ്പോൾ എ ക്ലോസ്ഡ് ഹെർട്ട് കനോട്ട് റിസീവ് ഗോഡ്സ് വേർഡ്. അതാണ് അതിന്റെ സാരാംശം. നമുക്ക് പെട്ടെന്ന് കടന്നു പോകാം. 5ഉം 6ഉം വാക്യത്തിൽ നാം കാണുന്നു, ചിലത് പാറസ്ഥലത്ത് വീണു, അല്ലേ? മറ്റു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തയിടത്ത് വീണു, മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. Some fell on rocky place, but when the sun came up, the plants were scorched. അതായത് അവിടെ പാറസ്ഥലമാണ്, ഹൃദയം കട്ടിയുള്ളതാണ്, ഹൃദയ കാഠിന്യം ഒത്തിരി ഉണ്ടെങ്കിലും അല്പം സോഫ്റ്റ്നെസ്സും ഉണ്ട്. കർത്താവിന്റെ വചനം ഒന്ന് കേട്ട് കളയാം, അല്ലേ? അല്പം ഒന്ന് കേൾക്കാൻ മനസ്സ് വെച്ചു. ഓക്കെ, ആ മനസ്സ് വെച്ചപ്പോൾ വചനം ഉള്ളിൽ വീണു, വിത്ത് വീണു. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുന്ന എന്താണ്? ഏറെ മണ്ണില്ലാത്തയിടത്താണ്. അവിടെ മണ്ണധികം ഇല്ലായിരുന്നു. അത് വേര് പിടച്ചുറച്ച വേറെ ആഴത്തിലേക്ക് പോയി ഫലം കൊണ്ടുവരുവാൻ കഴിയാത്ത വിധത്തിലുള്ളതായ ഒരു അവസ്ഥയായിരുന്നു ആ ഹൃദയത്തിൻ്റെതെന്നുള്ളതാണ്. അപ്പോൾ ദ സീഡ് സ്പ്രൗട്ടഡ് ക്വിക്ലി ബട്ട് നോ ഡീപ്പ് റൂട്ട്സ്, ഇറ്റ് വിതേർഡ്. അത് ഉണങ്ങിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ കിളിക്കുവാനുള്ള അവസരം നാം ഒരുക്കി കൊടുത്തു, അല്പമായിട്ട് വചനമൊക്കെ വന്നു, പക്ഷെങ്കിൽ പൂർണ്ണമായിട്ട് അതിനെ സ്വീകരിപ്പാനോ മനസ്സിലാക്കുവാനോ ആഴത്തിൽ ദൈവവചനം പഠിച്ച് അതിനെ നമുക്ക് ജീവിതത്തിൽ പ്രയോജനമുള്ളതാക്കി തീർക്കുവാൻ, ഫലവത്താക്കി തീർക്കുവാൻ തക്കവണ്ണം സാധിച്ചില്ല എന്നുള്ളതാണ്. ഇമോഷണൽ റെസ്പോൺസ് പലപ്പോഴും നമുക്ക് ഇമോഷണലാണ്. നമ്മളങ്ങോട്ട് പറയുമ്പോൾ, ആരുടെയെങ്കിലും ഒരു അവസ്ഥ കാണുമ്പോൾ, എൻ്റെ ഈ അവസ്ഥയിൽ എനിക്കൊരു വികാരഭരിതമായിട്ട് ആ വാക്കുകളെ സ്വീകരിപ്പാൻ ചിലപ്പം കഴിയും. ആ ഇമോഷനിൽ കൂടെ നാം ചിലപ്പം സ്വീകരിക്കും, പക്ഷെങ്കിൽ അടുത്ത നിമിഷം അത് ഉണങ്ങിപ്പോയാണ്. കാരണം അതിനെ വേരൂട്ടി വളർത്തുവാൻ തക്കവണ്ണം മണ്ണില്ലാത്ത ഒരവസ്ഥ, ഉണങ്ങി വരേണ്ട ഒരു അവസ്ഥയിലേക്ക് നാം ആയിത്തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ട്രൂ ഡിസൈപ്പിൾഷിപ്പ് റിക്വയേഴ്സ് ഡീപ്പ് റൂട്ട്സ്. എന്തൊക്കെയാ അതിന്? കൺസിസ്റ്റന്റ് പ്രെയർ നീഡഡ്, കൺസിസ്റ്റന്റ് സ്റ്റഡി നീഡഡ് ആൻഡ് കൺസിസ്റ്റന്റ് ഒബീഡിയൻസ് നീഡഡ്, അല്ലേ? അപ്പോൾ ആ ഡീപ്പ് റൂട്ടായിട്ട് ആ വചനം എൻ്റെ ഹൃദയത്തിൽ വളരണമെന്നുണ്ടെങ്കിൽ ഞാൻ നിത്യമായ പ്രാർത്ഥന, കഠിനമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവിൻ്റെ വചനം ആധികാരികമായിട്ട് പഠിച്ചുകൊണ്ട്, ദൈവം പറയുന്ന വാക്കുകൾ അനുസരിപ്പാനുള്ളതായ തയ്യാറെടുപ്പ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനം എങ്ങനെ നാം കൈക്കൊള്ളണം, എങ്ങനെ അതിനെ സ്വീകരിക്കണം എന്നുള്ള കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരം കൊടുത്തു. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇതെല്ലാം കർത്താവിന്റെ വചനത്തിൽ അക്ഷരം പ്രതി കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വികാരത്തിൽ ഒരു രോഗത്തിന്റെ അവസ്ഥയിൽ ആരെങ്കിലും ഒന്നൊരു പാസ്റ്റർ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് വായിച്ച് ഓക്കെ ഐ എം റെഡി എന്ന് പറയും. പക്ഷെങ്കിൽ ആധികാരികമായിട്ട് അത് വളർന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ദ കൺസിസ്റ്റന്റ് പ്രെയർ, നിത്യമായ ഇടതടവില്ലാതെ നാം പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ വചനം പഠിക്കുകയും അതിനനുസരിച്ച് മുൻപോട്ട്. അപ്പോൾ നമ്മുടെ ഈ വികാരങ്ങളോ കൊച്ചു കൊച്ചു തുടിപ്പുകളോ ഇല്ലാതാക്കി ഏറ്റവും സ്ഥിരമായി ഫേമായി ഉറപ്പുള്ള ഒരു പാറ പോലെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. അപ്പോൾ ചിലത് വഴിയരികെ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു. രണ്ടിനും ഫലം കിട്ടിയില്ല. ഒന്ന് സാത്താൻ നിമിഷങ്ങൾ കൊണ്ട് കുത്തിക്കൊണ്ട് പോയി. കാരണം അവിടെ ഇടം കിട്ടിയേയില്ല. ആ ഹൃദയം അത്രമാത്രം കഠിനമായിരുന്നു എന്നുള്ളത്. രണ്ടാമത്തെ, അല്പം വികാരമുണ്ട്, അല്പം സോഫ്റ്റ്നെസ് ഉണ്ട്, മാർദ്ദവമായിരുന്നു, പക്ഷെങ്കിൽ താഴേക്ക് വളരുവാൻ സാധിച്ചില്ല, കൽപ്പനകളെ പാലിക്കുവാൻ സാധിച്ചില്ല, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അവന് വളരുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുന്നതിന് മുൻപ് തന്നെ അത് വാടിക്കരിഞ്ഞ് ഉണങ്ങിപ്പോകുന്ന അവസ്ഥ നമുക്ക് കാണുന്നു. മൂന്നാമതായി നാം കാണുന്ന 7-ാം വാക്യം, സം സീഡ് ഫെൽ എമംഗ് തോൺസ് വിച്ച് ഗ്രൂ അപ്പ് ആൻഡ് ചോക്ഡ് ദ പ്ലാന്റ്സ്. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളു മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു, അത് വിളഞ്ഞതുമില്ല. ഈ വിതയ്ക്കുന്നവൻ അങ്ങ് എറിയുകയാണ്. എല്ലായിടത്തും കർത്താവിന് വിത്ത് ഒരുപാടുണ്ട്, ധാരാളം വിത്തുണ്ട്, അല്ലേ? വയലും ഇഷ്ടം പോലുണ്ട്. പക്ഷെ ഈ വയലിന്റെ ചുറ്റുമുള്ള വഴി, വയലിന്റെ ചുറ്റുമുള്ള റോക്കി പ്ലേസസ്, പാറസ്ഥലങ്ങൾ, വഴിക്ക് ഇതിന് ചുറ്റും മുള്ളുകളുമുണ്ട്, അല്ലേ? അപ്പോൾ ചിലത് അവിടേക്കൊക്കെ വീണുപോയി. അവൻ പർപ്പസ്ലി എറിഞ്ഞതായിരിക്കത്തില്ല, പക്ഷെങ്കിൽ ആ വിത്ത് അവിടെയും വീഴുകയാണ്. അപ്പോൾ നാം
ഒരു പക്ഷെങ്കിൽ കർത്താവിന്റെ വചനം നൽകി കൊടുക്കുമ്പോൾ ഈ അവസ്ഥയിലുള്ള എല്ലാ മേഖലകളും ആ ജീവിതങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. നാം പറയുന്ന ആൾക്കാരൊക്കെ ആ പല വിധത്തിലുള്ളതായ ആൾക്കാരായിരിക്കും. അത് ചിലത് ഉള്ളിലുള്ളവരായിരിക്കും, പാറസ്ഥലമായിരിക്കും, വഴിയോരമായിരിക്കും. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മൾ ഈ വിത്തെറിയുമ്പോൾ. ഇവിടെ നാം കണ്ടു മുള്ളിനടിയിൽ. മുള്ളെന്ന് പറയുമ്പോൾ എന്താണ് മുള്ളിന്റെ അർത്ഥം? തോൺസ് അല്ലെ. മുള്ളെന്ന് പറഞ്ഞാൽ വറീസ്, റിച്ചസ്, വേൾഡ്ലി ഡിസയർ, എന്തൊക്കെയാ മുള്ളുകള്. വചനം ഹൃദയത്തിലേക്ക് വന്നു, ആ വചനം വളർന്നു വരികയാണ്. മണ്ണുണ്ട്, മുള്ളിനടിക്ക് അകത്ത് മണ്ണുണ്ടല്ലോ, അവിടെ മണ്ണും വെള്ളവും ഒക്കെ ഉണ്ട്, നോ പ്രോബ്ലമാ. അതെല്ലാം വളരുന്നുണ്ട്. പക്ഷെങ്കിൽ കുറച്ചിങ്ങോട്ട് വളർന്നു വന്നപ്പോഴത്തേക്ക് ഇതിന് തലപൊക്കുവാൻ സാധിക്കുന്നില്ല. എന്താ കാരണം? ഈ മുള്ള് അതിന്റെ മുകളിലേക്ക് വളർന്ന് പടരുകയാണ്. അപ്പോൾ ആ തോൺസ് ചോക്ഡ് ഇറ്റ് ആൻഡ് നോട്ട് ഏബിൾ ടു ബെയർ ഫ്രൂട്ട്. ആ മുള്ളുകൾ അതിനെ ഞെരുക്കി കളഞ്ഞത് കൊണ്ട്, ആ മുള്ളുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് വിചാരിച്ചത്? വറീസ് അല്ലേ. എന്തായി തീരും? ഞാൻ ഇങ്ങനൊരു വിശ്വാസത്തിലേക്ക് വരുന്നു, ഇങ്ങനൊരു സ്റ്റെപ്പ് എടുക്കുന്നു, നാളെ എങ്ങനെയാകും അല്ലേ. ഞാൻ ഡൽഹിയിൽ ഒരു കുടുംബത്തോട് സുവിശേഷം പറയുമ്പോൾ, ആ സഹോദരി ഡൽഹി വലിയൊരു പബ്ലിക് സ്കൂൾ, പേര് പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയും, വലിയൊരു പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പാളാണ്. ഹൈലി എഡ്യൂക്കേറ്റഡ് വുമൻ, എത്ര സ്വീറ്റ് ലേഡി. ഹസ്ബൻഡ് ആർമിയിലെ മേജറാണ്. അദ്ദേഹം കത്തോലിക്ക ചർച്ചിലെ വലിയൊരു ഇമ്പോർട്ടന്റ് ട്രഷററും അവിടുത്തെ ഖജാൻജിയും ഒക്കെയാണ് അദ്ദേഹം. ഈ സഹോദരി യാക്കോബക്കാരത്തിയാണ്. ഈ സഹോദരി അവിടുത്തെ, പക്ഷെ സഹോദരിക്ക് ഭയങ്കര ആഗ്രഹം രക്ഷിക്കപ്പെടണം, രക്ഷയിലേക്ക് വരണം. ഞാൻ ഇവിടെ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ വചനം പറഞ്ഞ് ഈ സഹോദരി നേരെ അങ്ങ് മുട്ടുകുത്തി കർത്താവിനെ സ്വീകരിപ്പാൻ. പക്ഷെ ഈ മനുഷ്യൻ മേജർ സാർ ആർമിയില്, ഇദ്ദേഹത്തിന് വലിയ മടി. ഇല്ല അങ്കിളെ ഒരല്പസമയം കൂടെ ഒരല്പസമയം. ഞാൻ പറഞ്ഞു എന്റെ സൈഡിൽ നിന്ന് ഒരു സമയത്തിനും പ്രശ്നമില്ല, കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ഓക്കെ, ഇഫ് യു ഡോണ്ട് വാണ്ട് നോ പ്രോബ്ലം. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുക. അപ്പൊ ഈ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ മേളോട്ട് നോക്കുക, ഒന്ന് ചിന്തിക്കുക. സത്യം പറഞ്ഞാൽ അന്നേരം എന്നെ പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ച് എനിക്ക് മനസ്സിലാക്കി തന്നു. ഞാൻ പറഞ്ഞു, മേജർ സാർ എനിക്ക് മനസ്സിലാകും എന്തോ സാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 3 കുഞ്ഞുങ്ങളുണ്ടല്ലേ? ഉണ്ട്. അപ്പൊ കാരണം ഈ സിസ്റ്ററിനോടെല്ലാം പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു 3 കുഞ്ഞുങ്ങളല്ലേ. അപ്പൊ ഇപ്പം പെട്ടെന്ന് ചിന്തിക്കുകയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടാൽ എൻ്റെ ഭാര്യ പെട്ടെന്ന് ചേഞ്ച് ആകണം, ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ അങ്ങ് മാറും, രൂപങ്ങളൊക്കെ മാറണം അല്ലേ. 1. 2, ഈ 3 കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കത്തോലിക്ക സ്കൂളിൽ പഠിക്കുക, ഒത്തിരി കൺസെഷനൊക്കെ നിങ്ങൾക്കുണ്ട് ഡൽഹിയിൽ അല്ലേ. അപ്പൊ ആ കൺസെഷൻ ഒരു പക്ഷെങ്കിൽ ആ കത്തോലിക്ക സ്കൂളിൽ നിർത്തിക്കളയുമോ? ഈ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും? മെഡിക്കൽ അഡ്മിഷന് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അഡ്മിഷനൊക്കെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പ്രിഫറൻസ് കൊടുക്കും, അത് പോകുമോ? ഈ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും? അവരെവിടെ കല്യാണം കഴിക്കും? എവിടെ നിന്ന് പെണ്ണിനെ കിട്ടും അല്ലെങ്കിൽ ചെറുക്കനെ കിട്ടും? ചിന്തകൾ അല്ലേ. ഇതൊക്കെ ചിന്തിക്കോ. ആ മേജർ എന്നെ സൂക്ഷിച്ച് നോക്കിയേ, ഇതെങ്ങനെ സാറിന് മനസ്സിലായി ഞാൻ ഹൃദയത്തിൽ ചിന്തിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ബ്രദറെ, ദൈവം എല്ലാം കരുതിക്കൊള്ളും. ഇന്ന് വരെയും ആരും ഞങ്ങളൊക്കെ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്നതാണ്. എൻ്റെ മാതാപിതാക്കളും ഒക്കെ അങ്ങനെ വന്നതാണ്. ഒന്നിനും കുറവ് ദൈവം വരുത്തിയില്ല. ദിനംതോറും ആവശ്യമുള്ള ബ്രെഡ് തന്ന്, അപ്പം തന്ന്, വെള്ളം തന്ന്, എല്ലാ അനുഗ്രഹങ്ങളും തന്ന്, കുഞ്ഞുങ്ങളെ ഒക്കെ ഞങ്ങൾ ചിന്തിച്ചതിലുപരിയായിട്ട് കുഞ്ഞുങ്ങളെ ഒക്കെ അനുഗ്രഹിച്ച് അവരുടെയൊക്കെ വിവാഹം അനുഗ്രഹത്തോടെ നടന്ന് ഇന്ന് 8 കൊച്ചുമക്കൾ എല്ലാം അനുഗ്രഹകരമായിട്ട് സഹോദരൻ നടത്തുന്നു. ഒന്നും ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പേടിക്കണം? എന്തുകൊണ്ട്? വൈ ആർ യു വറിയിങ്? നിങ്ങളുടെ ആത്മാവിനെ തടുക്കുവാൻ സാത്താൻ കൊണ്ടിരുന്ന നിബന്ധനകൾ അതൊക്കെ. സാത്താൻ അത് കൊണ്ടുവന്ന് പേടിപ്പിക്കുക നിങ്ങൾ മുൻപോട്ടൊരു സ്റ്റെപ്പ് എടുക്കരുത്. കാരണം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ സാത്താന്റെ അധീനതയിൽ നിന്ന് നിങ്ങൾ വിട്ടുപോയി യേശുവിന്റെ പക്ഷത്തേക്ക് പോയി നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് ചാടിപ്പോകും. ഈ ഒരു ചിന്ത സാത്താൻ ഇതെല്ലാം അറിയാം. അതുകൊണ്ട് അവനെ തടുക്കുവാൻ തക്കവണ്ണം പെട്ടെന്ന് ചിന്തകളിടും. അയ്യോ, സ്കൂളിൽ അഡ്മിഷൻ പോകും, ബി വെരി കെയർഫുൾ. ആ ചർച്ച എന്ത് പറയും? നീ വലിയ അവിടുത്തെ പ്രമാണിയാ, അവരെന്ത് പറയും? ഇത് ഞാൻ സഹോദര, ചർച്ച മാറാനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെങ്കിൽ ഫസ്റ്റ് കമ്മിറ്റ് യുവർ സോൾ ടു ദ ലോർഡ്. നിങ്ങളുടെ ആത്മാവിനെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. പാപങ്ങൾക്ക് ക്ഷമ ചോദിക്കുന്നു. ജന്മപാപം, കർമ്മപാപം, എന്തുമാത്രം പാപം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിനെല്ലാം ഒന്ന് ക്ഷമ ചോദിച്ച് ആ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് സ്വർഗ്ഗത്തിപ്പാനുള്ളത്. സത്യം പറഞ്ഞാൽ എന്നെ സൂക്ഷിച്ച് നോക്കിയിട്ട് എന്നിട്ട് ഈ സഹോദരി ആ ഭർത്താവിന്റെ കരം പിടിച്ച് താക്കുക. അച്ഛാ പ്ലീസ് എന്നോടൊപ്പം അച്ഛൻ മുട്ടുകൊത്ത അച്ഛ, എന്നോടൊപ്പം കർത്താവിന് സ്വീകരിക്കുക. അച്ഛനില്ലാത്ത സ്ഥലത്ത് എനിക്ക് പോകണ്ട അച്ഛ, ഞാൻ പോകുന്നിടത്ത് അച്ഛനും വേണം. ഭയങ്കര കരഞ്ഞുകൊണ്ട്, പൊട്ടി കരച്ചുകൊണ്ട്
അയ്യോ, ആ സഹോദരന് തടുക്കാൻ സാധിച്ചില്ല. നേരെ മുട്ടുകുത്തി. ഡൽഹിയിൽ ഒരു 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 വലിയൊരു ഒരു ഹോട്ടലിനകത്ത്, ഒരു ലോഡ്ജിനകത്തായി നടക്കുന്നത്. അവിടെ വെച്ച് മുട്ടുകുത്തി. എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഹഗായി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സഹോദരങ്ങളൊക്കെ ഇത് കേട്ടുകൊണ്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് എല്ലാം ഓടി വന്ന് ചുറ്റും സാക്ഷികളായിട്ട് നിന്നു. അവർ രണ്ടുപേരും കണ്ണുനീരോടെ കർത്താവിനെ സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, മുള്ള്, വേൾഡ്ലി പ്ലഷർ, മറ്റു കാര്യങ്ങൾ ഒക്കെ നമ്മെ തടുക്കുവാൻ തക്കവണ്ണം ശ്രമിക്കും. പ്രിയ സഹോദരങ്ങളെ, അതൊന്നും ഒരു വിഷയമാക്കണ്ട. യേശു നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളും അവിടുന്ന് ഏറ്റെടുത്ത് നമ്മെ നടത്തും. ഈ ബിനോയ് ബ്രദറിനെ കാണുന്നുണ്ടല്ലോ. 3-4 വർഷത്തിന് മുൻപ് നാസിക്കിൽ നിന്ന്, ഔറംഗാബാദിൽ നിന്ന് നാസിക്കിലേക്ക് കർത്താവിന് ശുശ്രൂഷ ചെയ്തിട്ട് മടങ്ങി വരുമ്പോൾ തൻ്റെ എർട്ടിഗ കാറിൽ താനും തൻ്റെ വൈഫും തൻ്റെ ഇളയ മകളുമായിരുന്നു. വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ തന്നെ കൊല്ലപ്പെട്ടു, മരണപ്പെട്ടു. മനസ്സിലല്ലേ? അദ്ദേഹം ഭാര്യയില്ലതാണ്. ഇന്ന് 3 പെൺമക്കളാണ്. അദ്ദേഹത്തിൻ്റെ തുടയെല്ലാം ഒടിഞ്ഞ് ഒരു 4 വർഷമായിട്ട് കമ്പിയും ഇട്ട് വാക്കറിലും ഒക്കെ ആയിരുന്നു. ആ സഹോദരനായി ബിനോയ് സഹോദരൻ ലാസ്റ്റ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. അപ്പോൾ ദൈവം ആ സഹോദരനെ നടത്തി. ഭാര്യ പോയി. ഇളയ മകൾക്കും ചെറിയ ഇഞ്ചുറിയൊക്കെ ഉണ്ടെങ്കിലും രക്ഷപ്പെട്ടു. 3 കുഞ്ഞുങ്ങളിൽ നിന്ന് പഠിച്ച് അഭ്യസ്ത വിദ്യരായിട്ട് വിവാഹപ്രായമൊക്കെ ആയി വരുന്ന സമയങ്ങളാണ്. പ്രശ്നത്തിലൂടെയൊക്കെ കടന്നു പോകുന്നത്. പക്ഷെങ്കിൽ യേശുവിനെ സ്വീകരിച്ച് യാക്കോബായ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു സഹോദരനാണ്. അപ്പോൾ യേശു നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ എന്തിനേയും അതിജീവിച്ച് മുൻപോട്ട്. ഞാൻ ഉദാഹരണങ്ങളൊക്കെ പറയുന്നത് കാരണം യേശു പറയുന്ന പാരബിൾ പോലെ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മളിത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുക. ദൈവം നമ്മെ നടത്തുന്നു. അപ്പോൾ എന്ത് മുള്ളു വന്നാലും അതിനെയൊക്കെ അതിജീവിച്ച് വേൾഡ്ലി പ്ലഷേഴ്സ്, നമ്മുടെ സുഖസൗകര്യങ്ങൾ, നമ്മുടെ എല്ലാം നമ്മളെ ചോക്ക് ചെയ്യുന്ന, നമ്മെ ഞെരുക്കിക്കളയുന്ന എല്ലാ അനുഭവങ്ങളും വിട്ടുമാറി നമുക്ക് ദൈവസന്നിധിയിലേക്ക് വരാം. 4-ാമത്തേത് എത്രയോ സന്തോഷം അല്ലെ. എന്ന 8-ാം വാക്യത്തിലേക്ക് വരുമ്പം, സീഡ് ഓൺ ഗുഡ് സോയിൽ, സ്റ്റിൽ അതർ സീഡ് ഫെൽ ഓൺ ഗുഡ് സോയിൽ. ഇതെല്ലാം സംഭവിക്കുന്നെങ്കിലും പ്രിയ ദൈവജനമേ, നല്ലൊരു വയൽ അവിടെ ഉണ്ടായിരുന്നു. അതിന് നടുക്ക് അല്ലേ, അത് സ്വീകരിപ്പാൻ ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു വയലും അവിടെ ഉണ്ടായിരുന്നു, ഒരു ഭൂമി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ച് വളർന്ന് ഫലം കൊടുത്ത് എത്ര 30, 60, 100 മേനി. ഒറ്റ ഒരു നെൽവിത്ത് അങ്ങോട്ട് വീണപ്പോൾ അതിൽ നിന്ന് ഒരു കതിര് വന്നത് 30 എണ്ണമുണ്ട്. അതിൽ 30 കതിരുണ്ട്. ചില കതിര് ചൂട് നീളം വെച്ചു, അതില് 60 കതിര് വന്നു, 60 നെല്ല് വന്നു. ചിലത് 100. ഒന്ന് ചിന്തിക്കുക, ഒറ്റ ഒരു നെൽവിത്തിൽ നിന്ന് 100 നെൽവിത്ത് ആ കർഷകന് കിട്ടുകയാണ്. യേശുവിന് എത്ര സന്തോഷമായിരിക്കും അല്ലേ? അങ്ങനെ നമ്മളൊരു വിത്തായിട്ട് മാറുകയാണെങ്കിൽ, നല്ല നിലത്ത് വീണൊരു വിത്തായിട്ട് മാറുകയാണെങ്കിൽ, നമ്മിൽ നിന്ന് 30, 60. ഞാൻ അനുഷിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച തൻ്റെ സാക്ഷ്യം വേറൊരു മദ്യപാനിയോട് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം രക്ഷിക്കപ്പെടാനിടയായില്ലേ? നമ്മൾ തമ്മിൽ നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് ഷെയർ ചെയ്ത് ദൈവത്തിങ്കിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരും. അപ്പോൾ 100, 60, 100 മേനി വിളഞ്ഞ ഫലങ്ങൾ. ഗുഡ് സോയിൽ പ്രൊഡ്യൂസസ് അബൻഡന്റ് ഹാർവസ്റ്റ്. ഏറ്റവും വലിയ ഫലം നൽകത്തക്കവണ്ണം നമ്മുടെ ഹൃദയം ഒരു നല്ല ഭൂമിയായിട്ട് മാറട്ടെ. ദ സീഡ് ഗ്രൂ വെൽ ആൻഡ് പ്രൊഡ്യൂസ്ഡ് അബൻഡന്റ് ഹാർവസ്റ്റ്. 30, 60, 100 മേനി. സോ ദീസ് ആർ ദ പീപ്പിൾ ഹു ഹിയർ ദ വേർഡ്. ഈ വചനം കേൾക്കുന്നു, അത് സ്വീകരിക്കുന്നു, അക്സെപ്റ്റിംഗ് ഇറ്റ് ആൻഡ് അലോവിങ് ദ വേർഡ് ടു ട്രാൻസ്ഫോം ദെയർ ലൈഫ്സ്. ഈ കേൾക്കുന്ന വചനം അവരുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുവാനും അതിനനുസരിച്ച് അവരുടെ ജീവിതത്തിൽ മാറ്റം വരുവാനും ആ മാറ്റം കണ്ട് മറ്റുള്ളവരും ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുവാനും ഇടയാകും. അതാണ് നാം ആ നല്ല വിത്തിനെ പറ്റി, നല്ല നിലത്തെ പറ്റി നാം കാണുന്നത്. അത് മാത്രമല്ല, ഇറ്റ് ബ്രിങ്സ് ഫ്രൂട്ട്. ഫ്രൂട്ട് എന്തുവാ? ഗലാത്യർ ലേഖനം 5-ാം അധ്യായത്തിന് 22, 23. സ്നേഹം, പരോപകാരം അല്ലെ, വിശ്വസ്തത, ദയ, മനസ്സലിവ്, ഇന്ദ്രിയ ജയം. 9 കൂട്ടം. എത്ര നല്ല കാര്യം. അതിനു മുൻപ് 5:19, ഗലാത്യർ 5:19 ജഡത്തിന്റെ പ്രവൃത്തികളോ, ദുഷ്കാമം, വെറിക്കൂത്ത്, മദ്യപാനം, ഒരു 10-20 ഐറ്റംസ് എഴുതിയിട്ടുണ്ട്. അതിന് ശേഷമാണ് എന്നാൽ ആത്മാവിന്റെ ഫലം. കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വാസം ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയം ദൈവത്തിന്റെ മന്ദിരമായിട്ട് മാറുന്നു. പാപത്തെ ക്രൂശിന്മേൽ ഞാൻ യേശുവിൽ കൂടെ ആണിയടിച്ചിട്ട് ഞാൻ ക്രിസ്തുവിന് വിശുദ്ധനായി മാറുകയാണ്. അപ്പോൾ ആ ഒരു ജീവിതത്തിൽ കൂടെ എന്തോ ഒരു ചേഞ്ച് വരുന്നു, ഫ്രൂട്ട്സ് വരുന്നു. ഇന്നലെ മദ്യപിച്ച് ഓടയിൽ കിടന്ന മനുഷ്യൻ ഇന്ന് ദൈവവചനവുമായിട്ട് മേശമേലിരുന്ന് കർത്താവിന്റെ വചനം ധ്യാനിച്ച് പഠിക്കുന്നവനായിട്ട് മാറുകയാണ്.
അപ്പോൾ അവന്റെ സ്വഭാവം മാറുകയാണ്. ഇന്നലെ വരെ ക്രൂരതയോടെ ഇടപെട്ടവൻ, ഇന്നലെ വരെ ചീത്ത വിളിച്ചുകൊണ്ട് നടന്നവൻ, ഇന്നലെ വരെ ഡ്രഗ് മടിച്ച് നടന്നവൻ, അവന്റെ ജീവിതത്തിൽ ഇന്നെന്തുവാ? മറ്റുള്ളവരെ സഹായിക്കുന്നു, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നു, മറ്റുള്ളവരോട് ദയയോടുകൂടി സംസാരിക്കുന്നു. നമ്മുടെ സംസാര ശൈലി മാറുന്നു, നമ്മുടെ ജീവിതത്തിന്റെ പോക്ക് തന്നെ മാറി നാം ദൈവത്തിനുള്ളവരായിട്ട് മാറുന്നു. എത്ര വലിയ അനുഗ്രഹിക്കപ്പെട്ട ചിന്ത. 9-ാം വാക്യത്തിന്റെ അവസാനം വായിക്കട്ടെ. യേശു പറയുന്നുണ്ട്, ജീസസ് എൻഡ്സ് വിത്ത് ഹൂഎവർ ഹാസ് ഇയേഴ്സ് ടു ഹിയർ ലെറ്റ് ദം ഹിയർ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് അവൻ പറയുകയാണ്. എന്താണ്? ദ പാരബിൾ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് സോവിങ്, ഇറ്റ്സ് അബൌട്ട് ലിസണിങ് വിത്ത് ദ റൈറ്റ് ഹാർട്ട്. ശരിയായൊരു ഹൃദയത്തോടിന്റെ ഉടമയായിട്ട് ആ ചെവിയിൽ കൂടെ കേൾക്കുവാൻ, വചനം കേൾക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മറ്റതൊക്കെ ഉദാഹരണമായിട്ട് കർത്താവ് പറഞ്ഞത്. എന്നാൽ പറയുന്ന മനുഷ്യരുടെ ഹൃദയം എങ്ങനെയുള്ളതാണെന്നും അവരെന്ത് ചെയ്യണമെന്നുള്ളതായ ഒരു വലിയൊരു ഉപദേശമാണ് അവിടെ കൊടുത്തപ്പോൾ ഒരു സ്പിരിച്വൽ, ഒരു ആത്മീയ ഉണർവ്, ഒരു ആത്മീയ ചേഞ്ച് എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ യേശു കർത്താവ് ഓർപ്പിച്ചു എന്നുള്ളതാണ്. ദ സോവർ ഈസ് ദ സെയിം. അത് വിതയ്ക്കുന്നവൻ ഒരാൾ തന്നെയാണ്. സീഡ് ഈസ് ദ സെയിം. വിതയും ഒന്ന് തന്നെയാണ്, ആ വിത്തും ഒന്ന് തന്നെയാണ്. ബട്ട് സോയിൽ ഡിഫേർഡ്, അല്ലേ? ആ മണ്ണാണ് വ്യത്യാസമുള്ളത്. അപ്പൊ എൻ്റെ ഹൃദയം, നിങ്ങളുടെ ഹൃദയം, അതാണ് വയൽ, അതാണ് മണ്ണ്. അവിടെയാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയം ഇന്ന് മുള്ളായിട്ടിരിക്കുന്നുവെങ്കിൽ, മറ്റുള്ളവരെ പ്രജൂഡിസ് ചെയ്തുകൊണ്ട്, മുൻവിധിച്ചുകൊണ്ട്, നമ്മൾ ആ വചനത്തെ സ്വീകരിപ്പാൻ തയ്യാറല്ലാതെ റോക്കി സ്ഥലമായിട്ട്, ഹാർഡായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നുവെങ്കിൽ, പ്രിയ ദൈവജനമേ, അല്പം വെള്ളമൊഴിച്ച് ഒന്ന് ഉഴുതുമറിച്ച് അതൊന്ന് നല്ല നിലമാക്കി ഇടുക. കർത്താവിന്റെ വചനം അപ്പോൾ ക്രിയ ചെയ്യുമെന്നുള്ളതാണ്. ഇന്ന് ഈ വീണ വിത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യട്ടെ. നിങ്ങളുടെ ഹൃദയം അതിനായിട്ട് ഒരുക്കുക. അപ്പോൾ ദൈവം നമ്മെ സഹായിക്കും. ഇത്രത്തോളം നമ്മെ സഹായിച്ച ദൈവത്തിന് സ്തോത്രം. 5 മിനിറ്റ് മുൻപോട്ട് പോയി ക്ഷമിക്കണം. നമ്മുടെ ഹൃദയം ഏത് തരത്തിലുള്ള മണ്ണാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ക്ലോസ് ചെയ്യാം. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് ഈ സ്റ്റഡി തുടരാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദരൻ